അത് KPCC ഓഫീസ് തന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ അല്ലാതെ എന്തെങ്കിലും പറയുമ്പോൾ മമ്മടിച്ചിരിക്കരുത് അവിടെ ആങ്കർ. കോൺഗ്രസിന് സഹിഷ്ണുതയില്ലേ? കോൺഗ്രസിന് സഹിഷ്ണുതയില്ലേ സനോജ്? അപ്പൊ അതിനകത്ത് പോലീസുകാരുടെ പേര് ഉൾപ്പെടെ ഒരൊറ്റ നിമിഷം ഷഫീർ, പോലീസുകാരുടെ പേരുൾപ്പെടെ അവർ വഹിക്കുന്ന അല്ലെങ്കിൽ വഹിച്ചിരുന്ന സംഘടനാ പശ്ചാത്തലം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷഫീർ സമർത്ഥിച്ച ഒരു പോയിന്റ് ഉണ്ട്, പ്രധാനപ്പെട്ട പോയിന്റ്. ഹൈക്കോടതി നമ്മൾ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരു ലിസ്റ്റ് ശേഖരിക്കുന്നു, നല്ല അന്വേഷണ ഉദ്യോഗസ്ഥരുടെ, അവർ ഈ SITയുടെ ഭാഗമാക്കണമെന്ന് പറയുന്നു. അത് ഹൈക്കോടതിയുടെ മുന്നിൽ വെക്കുന്നു. ഹൈക്കോടതി അത് അനുമതി കൊടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്നത് ഹൈക്കോടതിയല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു താല്പര്യം സർക്കാരിൻ്റെതായി നടക്കുന്നുണ്ട്. അത് ഈ അന്വേഷണം അട്ടിമറിക്കുക എന്നുള്ള വലിയ ലെവലിലാണോ, അതല്ല അന്വേഷണ വിവരങ്ങൾ സർക്കാരിന് കൃത്യമായി എത്തിക്കുക എന്നുള്ള ലെവലിലാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തോ ഒരു താല്പര്യം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ശ്രീ സനോജ്, അല്ല, കോൺഗ്രസ് ഈ കേസ് വാദിച്ച് തോറ്റുകൊണ്ടിരിക്കില്ലേ? കോൺഗ്രസ് ഇവിടെ ആദ്യം എന്താ ഉന്നയിച്ചത്? കോൺഗ്രസ് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ആളുകളെല്ലാം കള്ളന്മാരാണ്, മന്ത്രിക്ക് ഇതിനകത്ത് നേരിട്ട് പങ്കുണ്ട്, അത് SIT അന്വേഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്ന ലൈനിലായിരുന്നു കോൺഗ്രസ് ആദ്യം പോയത്. പിന്നെ ചില കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ പുറത്തു വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. എന്താ കോൺഗ്രസ് അകപ്പെട്ട പ്രതിസന്ധി? ഈ കള്ളനായിട്ടുള്ള പോറ്റി, ഈ കള്ളൻ അവിടെ നിന്ന് സ്വർണ്ണം കത്തുന്നു, ആ സ്വർണ്ണം കട്ട് വിറ്റ നിങ്ങൾ പറഞ്ഞു അല്ല, നിങ്ങൾ സകല വിഡിത്തം പറയുമ്പോ അതൊക്കെ അവിടെ വെച്ചാൽ മതി, അതൊക്കെ അവിടെ വെച്ചാൽ മതി. ഷഫീറെ, അതൊക്കെ കയ്യിൽ വെക്ക്. നിങ്ങൾ ഈ വിഡിത്തം മുഴുവൻ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ല. ഞാൻ എന്ത് പറഞ്ഞു അത് KPCC ഓഫീസ് തന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ പറയുന്ന ഫാക്റ്റും ഞാൻ പറയുന്ന പറഞ്ഞോട്ടെ, അതിനോട് നിങ്ങൾക്ക് വിയോജിക്കാം ഷഫീർ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞോട്ടെ. മര്യാദകേടാണ് ഷഫീർ. ഈ ഘട്ടത്തിൽ ഇടപെടണ്ട, അദ്ദേഹം സംസാരിക്കട്ടെ. സംസാരിച്ച് കഴിഞ്ഞിട്ട് സമയത്തിനനുസരിച്ച് നമുക്ക് ഇടപെടാം. ഒരു നിമിഷം പ്രസംഗിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ റാഷിദ് ചോദിച്ചില്ല. അല്ലല്ല, ഞാൻ എന്ത് ചോദിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം എനിക്ക് വിട്ടുതരിക ദയവായി ഷഫീർ. ഞാൻ എന്ത് ചോദിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം എനിക്ക് വിട്ടുതരിക. അദ്ദേഹം ഇപ്പൊ പറയുമ്പോൾ അത് കേൾക്കാന്നുള്ള ഒരു ജനാധിപത്യ മര്യാദ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ. ഒന്ന് പറഞ്ഞോട്ടെ, സനോജ് ഒന്ന് പറഞ്ഞോട്ടെ. അത് ചെയ്തോ? അല്ല, ഞാൻ എന്ത് ചോദിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം എനിക്ക് വിട്ടുതരിക. CPM-കാരും കോൺഗ്രസ്സുകാരും ആങ്കർ പഠിപ്പിക്കണം, അതൊന്നുമല്ല. ഇപ്പൊ അദ്ദേഹം ഒന്ന് സംസാരിച്ചു വരുന്നു. താങ്കൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് ശ്രീ ഷഫീർ, താങ്കൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് അദ്ദേഹം സംസാരിച്ചു വരില്ലേ? ഷഫീർ, കോൺഗ്രസിന് സഹിഷ്ണുതയില്ലേ? അല്ലാതെ എന്തെങ്കിലും പറയുമ്പോൾ മമ്മടിച്ചിരിക്കരുത് അവിടെ ആങ്കർ. കോൺഗ്രസിന് സഹിഷ്ണുതയില്ലേ? കോൺഗ്രസിന് സഹിഷ്ണുതയില്ലേ? കോൺഗ്രസിന് സഹിഷ്ണുത ദയവായി മിണ്ടാണ്ടിരിക്കും. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. ദയവായി മിണ്ടാണ്ടിരിക്കും. ചോദിക്കണം. ദയവായി മിണ്ടാണ്ടിരിക്കും. അദ്ദേഹം പറഞ്ഞോട്ടെ. അദ്ദേഹം ഒന്ന് പറയട്ടെ. ആദ്യം അദ്ദേഹം പറയാനുള്ളൂ ഒന്ന് പറയട്ടെ, എന്നിട്ട് ചോദിച്ചാൽ പോരെ. അത് എനിക്ക് ഡിക്റ്റേറ്റ് ചെയ്യാണ്ടിരിക്കും ദയവായി. അത് എന്റെ ചോയ്സ് ആണ്. ഞാൻ എന്ത് ചോദിക്കണം അത് തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ല, അത് ഞാനാണ്. ശ്രീ, അങ്ങനെ പറ്റൂ. അത് ഈ ജനാധിപത്യ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പറ്റൂ. നിങ്ങൾ പറയുക, നിങ്ങൾ ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, ഞങ്ങൾ പറയുക, ഞങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുക. അതിനാണ് നമ്മൾ ഒരാളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി അനുവദിച്ചു കൊടുക്കേണ്ട മിനിമം സാധനമാണ്. അല്ലല്ല, സമയം കളയണ്ട. സനോജ് പറഞ്ഞോളൂ. സനോജ് പറഞ്ഞോളൂ, സമയം കളയണ്ട. അല്ലാതെ അയാൾ പറയുന്ന കള്ളമെല്ലാം കേട്ട് ആക്കാനാണോ ആങ്കർ? അല്ല, ഞാൻ പറയണെങ്കിൽ മൈക്ക് ഓഫ് ആക്കുന്ന പരിപാടി അയാളുടെ ലക്ഷ്യം എന്റെ ചർച്ച തടസ്സപ്പെടുത്തലാണ്. ഇവിടെ ചർച്ച ഒഴിവാക്കണം. ഞാൻ അയാൾ അരമണിക്കൂർ പ്രസംഗിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞിട്ട് വിയോജിക്കാം. എനിക്ക് പറയാൻ അറിയാത്തോണ്ടല്ലോ. ഇല്ല, അയാൾ മിണ്ടാതിരുന്നാൽ മാത്രമേ ഞാൻ സംസാരിക്കൂ. അങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്റെ സമയത്തിന് എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ഇവിടെ പോയിന്റിലേക്ക് തന്നെ വരാം. അല്ല, ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ 5 മിനിറ്റ് ഇപ്പോൾ എന്നെ തടസ്സപ്പെടുത്തി. അയാളാണെങ്കിൽ അരമണിക്കൂർ നേരത്തെ ദീർഘസമയം ശ്രീ BR ഷഫീർ, നമ്മുടെ സമയം താങ്കൾക്ക് ഇതിന് മറുപടി പറയാനെങ്കിലും എനിക്ക് സമയം തരണമെങ്കിൽ താങ്കൾ ഇപ്പം മിണ്ടാണ്ടിരിക്കണം. ശ്രീ ഷഫീർ, വെച്ചുകൊണ്ട് കാര്യമില്ല.
അദ്ദേഹം പറയുന്നതിൽ വസ്തുതാവിരുദ്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ അരമണിക്കൂർ അവിടെ ഒരു ശ്രീപത്മനാഭൻ മനുഷ്യൻ കൂടി ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തെയും കൂടി പരിഗണിക്കൂ. അവസരത്തിൽ പറഞ്ഞോളൂ. അല്ല, ഞാനിത് ഇടയിൽ തർക്കിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ടല്ലോ. എന്തിനാണ് അയാൾ ബഹളം വെക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ BRM ഷഫീർ പറയുന്നു പോറ്റി പണ്ട് നല്ല പോറ്റിയായിരുന്നു. അപ്പൊ നല്ല പോറ്റിയായിരുന്ന സമയത്ത് അപ്പൊ അയാൾ സോണിയാഗാന്ധിയെ കണ്ടു, തെറ്റില്ല എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന നമ്മുടെ നാട്ടിലെ ചില പോക്കറ്റ് അടിക്കാരൊക്കെ പിടിച്ചാൽ ആ കേസ് മാത്രമല്ല തെളിയുക, പല കേസും പിന്നീട് തെളിയും. ഇനി പോറ്റിയുടെ പേരിൽ സോണിയാഗാന്ധിയെ കാണുമ്പോൾ പോറ്റി കട്ടിട്ടില്ല എന്ന് ഷഫീറിന് എന്താ അത്ര ഉറപ്പ്? ഷഫീറിനോടും കോൺഗ്രസിന്റെ ഓഫീസിലും വന്ന് ചോദിച്ചിട്ടാണോ പോറ്റി കക്കാൻ പോയത്? എന്നാ പിന്നെ അങ്ങനെയായിരിക്കും. ഞാനിതാ നാളെ മുതൽ കക്കുന്നു, ഇന്നലെ കട്ടിട്ടില്ല എന്ന് വല്ല സത്യവാങ്മൂലം കോൺഗ്രസ്. ഇയാള് ലോക കള്ളനാണ്. ഞാൻ പറയട്ടെ ഇയാൾ അന്താരാഷ്ട്ര ബന്ധമുള്ള അല്ലല്ല, എനിക്ക് സമയം തന്നില്ലേ റാഷിദ്? അത് ശരിയല്ല. അയാൾ അത്ര ഞാൻ എല്ലാ സമയം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കണം. അയാൾ അരമണിക്കൂർ പ്രസംഗിച്ചല്ലോ, എന്റെ ചർച്ച തടസ്സപ്പെടുത്തിയല്ലോ. അപ്പൊ റാഷിദ് ഒന്നും പറഞ്ഞില്ല. ഈ സ്വർണം കട്ട പോറ്റിയുടെ കൂടെ ഇല്ലല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സ്വർണം വാങ്ങിയിട്ടുള്ള ഈ തൊണ്ടി മുതൽ വാങ്ങിയിട്ടുള്ള ആള് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, ഈ അടൂർ പ്രകാശ്, ആന്റണി, സോണിയാഗാന്ധി ഇവരെല്ലാം ചേർന്ന് കണ്ട കാര്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്? ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ആ ചോദ്യത്തിന് മുന്നിൽ ഇയാൾ പറയുകയാണ് അയാൾ അന്ന് കള്ളനല്ല എന്നാ പറയുന്നത്. കള്ളനല്ല എന്ന കാര്യത്തിൽ ഈ എന്താണ് ഇത്ര ഉറപ്പ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശബരിമല മാത്രമല്ലല്ലോ, വേറെയും ക്ഷേത്രങ്ങളുണ്ടാവും. അവരെല്ലാം കട്ടിട്ടുണ്ടോ എങ്ങനെ ഷഫീർ ഉത്തരം പറയും? ഞാനിപ്പോ വഴങ്ങുന്നില്ല. എനിക്ക് രണ്ടു കാര്യങ്ങളല്ല, ഞാനിപ്പോ വഴങ്ങുന്നില്ല. പ്രതിപട്ടികയ്ക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അന്വേഷണം പൂർത്തിയായിട്ടില്ല. നിങ്ങൾ എന്താ ഇത്ര ധൃതി പിടിക്കുന്നത്? അന്വേഷണം പൂർത്തിയായോ? അന്വേഷണം എന്ന കാര്യം നമുക്ക് കണ്ടറിയാം. ഇപ്പൊ ധൃതി പിടിക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒരു കാര്യം കൂടി പറയാം. വരട്ടെ റാഷിദേ, അന്വേഷണം പൂർത്തിയായിട്ടില്ല, അന്വേഷണം അങ്ങോട്ട് നടക്കുന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ പറയട്ടെ. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഈ കാര്യത്തെക്കുറിച്ച് BRM ഷഫീർ എന്താ പറയുന്നത്? CPMന്റെ ആളുകളെ CPM ഓഫീസ് കൊടുത്ത പോലെയല്ലേ പറയുന്നത്? CPM ഓഫീസാണോ കൊടുത്തത്? AK സെന്ററിനാണോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുന്നത്? ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം. എന്തേ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു വക്താവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആള് ഹൈക്കോടതിയെ ചോദ്യം ചെയ്യാത്തതെന്നാൽ പിന്നെ ഹൈക്കോടതിയിൽ പോണ്ടേ നിങ്ങൾ? ഈ ഹൈക്കോടതി ഇങ്ങനെ CPMന്റെ ആളുകളെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി വെക്കുന്നു എന്ന് അന്വേഷണം കൊണ്ടുപോകുന്നു എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ കോൺഗ്രസ് ആ അഭിപ്രായം പറയൂ. ശരി, ആ ചോദ്യം കോൺഗ്രസിന് മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾ പറഞ്ഞില്ല ഇപ്പൊ BRM ഷഫീർ എന്താ പറയുന്നത്? ഹൈക്കോടതി കേൾക്കട്ടെ എന്നാ പറയുന്നത്. ശരി, എന്തുകൊണ്ട് ഹൈക്കോടതി പോകുന്നില്ല? സനോജ് തിരിച്ചു വയ്ക്കുന്നു. ഞാനൊരു വേഗത്തിൽ ഒരു ഇടവേള എടുത്ത് 2 മിനിറ്റ് ഒരു ഇടവേള എടുത്ത് ഞാൻ ശ്രീപത്മനാഭനിലൂടെ തുടങ്ങും. ഒരൊറ്റ കാര്യം എനിക്ക് അറിയേണ്ടത്, BJP ഇപ്പൊ 2 തരത്തിലുള്ള ആർഗ്യുമെന്റ് ഇവിടെ കോൺഗ്രസിനും CPMനും ഇടയിൽ നടക്കുന്നുണ്ട്. അന്വേഷണം എങ്ങനെയൊക്കെ വേണം, ഏതൊക്കെ നേതാക്കളിലേക്ക് വേണം എന്നുള്ളത്. ഏതായാലും അന്വേഷണ സംഘമാണ് അത് തീരുമാനിക്കുക. പക്ഷേ രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അതിൽ ആർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ ഒക്കെ വിശദീകരിക്കാനും നാടിനോട് പറയാനും ആർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്, അവരിൽ ആരാണ് അത് ചെയ്യാത്തത് എന്നുള്ളതാണ് BJP വിചാരിക്കുന്നത്. അല്ല, അതിലൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനമാണ് ഉത്തരം പറയേണ്ടത്. കാരണം തെളിവുകളും കാര്യങ്ങളും പുറത്തു വന്നത് അവരുടെ ഭരണകാലത്തെ സംഗതികളാണ്. മറ്റേത് ഒരു സംശയമാണ്. സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ജെനുവിനായ യുക്തിസഹമായ സംശയമാണ്. അതിനിപ്പോൾ ഉത്തരം തന്നിരിക്കുന്നത് അസുഖം വന്നപ്പോൾ എന്താ പ്രാർത്ഥനയുടെ ഭാഗമായി ചരട് കെട്ടി. ഞാനൊരു 2 പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ. 2 പ്രാവശ്യം അസുഖം വന്നിട്ടാ പോയത്. നിങ്ങളാ ഫോട്ടോ നോക്കൂ. 2 പ്രാവശ്യം ഇയാൾ സോണിയാഗാന്ധിയെ പോയി കണ്ടിട്ടുണ്ട്. 2 പ്രാവശ്യം ഈ ആവശ്യത്തിനാ. പിന്നെ എനിക്ക് ഇതിൽ വിശാലമായ ഒരു ക്യാൻവാസ് ഉണ്ട് ഇതിൽ. കാരണം എന്താ, ഇത് ശബരിമലയുടെ മാത്രം വിഷയമല്ല. ഞാനിവിടെ ബാലുശ്ശേരിയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ മലബാർ ദേവസ്വം ബോർഡിന്റെ ബാലുശ്ശേരി കോട്ടയിലെ 20.5 പവൻ സ്വർണ്ണമാലയുമായി ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുങ്ങിയിട്ട് 2.5 കൊല്ലായി. ഇന്ന് വരെ അത് കണ്ടെത്തിയിട്ടില്ല, അയാളെ പിടിച്ചിട്ടില്ല. ആണ്ടല്ലൂർ കാവിന്റെ 17 ഏക്കർ ഭൂമി കാണാനില്ല. അത് കണ്ടെത്താനുള്ള ശ്രമം നടത്താൻ റിട്ടേൺ ആയിട്ട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടും എക്സിക്യൂട്ടീവ് ഓഫീസർ നടപടി എടുത്തിട്ടില്ല.
അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സ്വർണത്തിന്റെ പ്രശ്നമുണ്ട്, ആറന്മുള ക്ഷേത്രത്തിൽ സ്വർണത്തിന്റെ പ്രശ്നമുണ്ട്, ശാസ്താംകോട്ടയിൽ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല, ഇതിലിട്ട് അത്ഭുതപ്പെടാനില്ല. ഇത് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണവും അതോടൊപ്പം പുതിയ ചില നടപടിക്രമങ്ങളും ഇവിടെ കൊണ്ടുവരണം ക്ഷേത്ര സ്വത്തുകൾ സംരക്ഷിക്കാൻ. അതാണ് ബി.ജെ.പിയുടെ വിശാലമായ ആവശ്യം. വളരെയധികം നന്ദി ശ്രീ പത്മനാഭൻ, ശ്രീ ബി.ആർ.എം. ഷഫീർ, ശ്രീ വി.കെ. സനോജ് കൗണ്ടർ പോയിന്റിന്റെ ഭാഗമായത്.